ബബിത ബഷീർ. ട്യൂഷൻ വീടൊക്കെ എല്ലാവരും കാണുന്നുണ്ടല്ലോ അല്ലേ? അപ്പോൾ ഞങ്ങളുടെ ട്യൂഷൻ വീട് കാണുന്ന പോലെ തന്നെ നമ്മുടെ ടുട്ടു ആൻഡ് വ്ലോഗ്സ് ടുട്ടുവിൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഒരുപാട് നല്ല വീഡിയോസൊക്കെ പ്ലേ ചെയ്യുന്നുണ്ട്, ഞാനും കാണാറുണ്ട്. അപ്പോൾ ടുട്ടു ആൻഡ് വ്ലോഗ്സിന് ഓൾ ദ വെരി ബെസ്റ്റ്. ഇത്ര ഇൻട്രസ്റ്റോടെ ഒക്കെ നിങ്ങൾ ഞങ്ങൾ പറയണമെങ്കിൽ നിങ്ങൾ ലൈക്ക് ഒക്കെ ഒന്ന് കൂട്ടിത്തരണം കേട്ടോ, അല്ലേ? യെസ്, ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ. അതെ അതെ. അപ്പോഴത്തേ നമ്മുടെ പാട്ട് ഇത്തിരി നമ്മുടെ തക്കുക്കുട്ടി വന്നിട്ടുണ്ട്. തക്കു എന്തെങ്കിലും പറയാനുണ്ടോ നമ്മുടെ സബ്സ്ക്രൈബിൻ്റെ എന്തിനാ പറയാനുള്ള? ലൈക്കും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണമെന്നാണ് കുട്ടി പറഞ്ഞത്. ഇപ്പൊ ഞങ്ങൾ ഇവിടെ ഈ വീട്ടിൽ നിന്ന് സ്ഥലം വിടാന്നുള്ളൊരു തിരക്കില് വിടാൻ പോവാണ്. നമ്മളങ്ങനെ കെട്ടും കടയൊക്കെ എടുത്തു. ഇങ്ങനെ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. ഞങ്ങൾ ആദ്യം ഒരു ദിവസത്തേക്ക് പോവാന്നാണ് കരുതിയത്. പിന്നെ നമ്മള് 2-3 ദിവസമൊക്കെ നിന്നു. അതെ, നമ്മുടെ അവിടുന്നൊക്കെ സ്ഥലം. അപ്പൊ മേഘാൻറ്റിയുടെ ഫോണിൽ നിന്ന് ഒരു റിപ്ലൈ വന്നു, നിങ്ങൾ ഊട്ടിയിലാണെങ്കിൽ വേറെ സ്ഥലത്ത് അവിടെ ഒരു സൂ അവിടെ ഒരു കിടക്കാച്ചി ഒരു സൂ ഉണ്ട്, അപ്പൊ അവിടേക്ക് പോക്കോ അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞു. അപ്പൊ പിന്നെ നമ്മൾ നേരെ സ്ഥലം അവിടേക്ക് വിട്ടു. അപ്പൊ നമ്മൾ കെട്ടും കിടക്കൊക്കെ എടുത്ത് നമ്മുടെ ഡിക്കിക്ക് വെക്കാൻ പോവാണ് കേട്ടോ. നമ്മളിവിടുന്ന് സ്ഥലമൊക്കെ വിടുകയാണ് കേട്ടാ. ഇവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ലാസ്റ്റ് വീടിനോട് തന്നെ വിട പറഞ്ഞിട്ടാണ് നമ്മൾ സ്ഥലം വിടാൻ നിൽക്കണം കേട്ടോ. നല്ല വ്യൂ ആയിരുന്നു കേട്ടോ, അവിടെയൊക്കെ വലിയ കുഴപ്പമില്ലാത്ത വ്യൂ ഉണ്ട്. നല്ല വെയിലുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ വിചാരിക്കും വെയിലുള്ള സ്ഥലത്തേക്ക് തണുപ്പുണ്ടാവണേ, പക്ഷെ കിടുക്കാച്ചി തണുപ്പായിരുന്നു. ഇപ്പൊ അതെ, ഞാനും റോസും കണ്ണടിക്കരികളായി മാറി. റോസിന്റെ കറച്ച് സോഡക്കുപ്പിയുടെ പോലെ ഉണ്ടായിരുന്നു കണ്ണ്. ഞങ്ങള് ടേബിള് മൊത്തം സാധനങ്ങൾ വാങ്ങിയായിരുന്നു കേട്ടോ, അല്ലേ? അവിടെ നിന്ന് ഞാൻ ഓർഡർ ചെയ്തത് മസാല ദോശയായിരുന്നു, നൂഡിൽസ് ആയിരുന്നു. ഞാൻ പിന്നെ നമുക്ക് ഈ പണ്ട് ഫ്രൈഡ് റൈസ് ആണല്ലോ, ഞാൻ ഫ്രൈഡ് റൈസ് ആയിരുന്നു കഴിച്ചിട്ടുണ്ട്. പക്ഷെ എല്ലാത്തിനും കൈമാന്തി എല്ലാവരും വാരി കഴിക്കുന്നുണ്ടായിരുന്നു. അത് നമ്മൾ കൈ കഴുകാനൊക്കെ പോയി. നല്ല ടേസ്റ്റുള്ള റെസ്റ്റോറൻറ്റ് തന്നെയായിരുന്നു. പിന്നെ അവിടെ കൂടുതൽ വന്നിരിക്കുന്നത് മസാല ദോശ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. തെറ്റി പറഞ്ഞാണ് നൂഡിൽസ് ഇപ്പോഴല്ലായിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മുടെ ഈ കുഞ്ഞോട്ടോ പറഞ്ഞ നൂഡിൽസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഞങ്ങളിപ്പോ ഫുഡൊക്കെ കഴിഞ്ഞതിന് ശേഷം ചായയൊക്കെ കുടിച്ചു. ഒരു മുതുക്കൻ ഗ്ലാസ്സിലാണ് ഞങ്ങൾക്ക് ചായ കൊണ്ടു തന്നത്. ഈ മുതുക്കൻ്റെ അർത്ഥം അറിയുന്നവർ അത് കമൻറ്റ് ബോക്സ് ബില്ലോ, പിന്നെ അതിൻ്റെ അർത്ഥമൊന്നും കമൻറ്റ് ബോക്സ് ബില്ലോ. ആ അർത്ഥം അറിയണവർ അവരുടെ പേരും കൂടി ഒന്ന് കമൻറ്റ് ബോക്സ് ബില്ലോ. അപ്പം നമ്മൾക്ക് യൂട്യൂബിൽ ആ കുട്ടിയുടെ പേര് പറയുന്നതായിരിക്കും. സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇപ്പം ഞങ്ങൾ അവിടെ നിന്ന് ഞാനും ദേഹം കൂടിയിട്ട് നടന്ന് പൊക്കോണ്ടിരിക്കുകയാണ്. ഇപ്പം ഞങ്ങളൊക്കെ അവിടെ എത്തി, ഫോട്ടോ ഒക്കെ എടുക്കാണ്. അവിടെ എത്തി ഞങ്ങള്. പിന്നെ അവിടത്തെ ഒരു സ്ഥലത്ത് കയറി നമ്മൾ ടിക്കറ്റ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ ഇതായിരുന്നു ആ സ്ഥലം. അവിടെ ഇങ്ങനെയൊക്കെ കയറാൻ പറ്റും, കുറെ റൈഡ്സ് ഒക്കെ ഉണ്ടായിരുന്നു. സ്നോയിലൊക്കെ കയറാൻ പറ്റുള്ളൂ. അത് കണ്ടപ്പോ മഞ്ഞുള്ളൊരു ഇതുണ്ടായിരുന്നു. അപ്പൊ പിന്നെ അവിടെ ഉണ്ടായിരുന്നു, അവിടെ നല്ല റേറ്റ് ഉണ്ടായിരുന്നു. പക്ഷെ അൺലിമിറ്റഡ് ആയിട്ട് കയറാൻ പറ്റുമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ കയറിയതാണ്. പക്ഷെ അവർ നമ്മളെ പറ്റിച്ചു. അവർ പറഞ്ഞു അൺലിമിറ്റഡ് ഒന്നും കയറാൻ പറ്റില്ല, നിങ്ങൾ അടുത്ത് ആരാന്ന് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു. പിന്നെ നമ്മൾ ഒരു വട്ടം കയറിയിട്ട് ഒരു വേണ്ടായിരുന്നു കയറണ്ടേന്നുള്ള മട്ടിൽ ഊരിപ്പോന്നു. പിന്നെ നമ്മൾ കാർ എടുത്തിട്ട് അവിടെ നിന്ന് വേഗം എല്ലാവരും കയറിയതിന് ശേഷം സ്ഥലം കാലിയാക്കിയിട്ട് നമ്മൾ ടിക്കറ്റ് എടുത്തതിന് ശേഷം നമ്മൾ കൽക്കരി ട്രെയിനിൻ്റെ ഉള്ളിലേക്കാട്ടോ പൊയ്ക്കൊണ്ടിരിക്കുന്ന സംഭവം. അതെല്ലാം നമുക്ക് കുറച്ച് സമയമുള്ളൂ, കൽക്കരി ട്രെയിന് കുറച്ച് സമയമുള്ളൂ. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടിയിട്ട് വേഗം പോയി ടിക്കറ്റൊക്കെ എടുത്ത് വാങ്ങിയതിന് ശേഷം വീണ്ടും വന്ന് ഞങ്ങൾ ഇവിടുന്ന് കളിച്ചിട്ടാണ് നേരെ ടിക്കറ്റും കൊണ്ട് കൽക്കരി കയറിയത്. കാരണം അവിടെ പെട്ടെന്ന് ടിക്കറ്റ് തീരും. അതിനുശേഷം ഇവർ വീണ്ടും കയറി. ഞങ്ങൾ അത്ര നേരം അവിടെ ഇരിക്കുകയായിരുന്നു. പിന്നെ നമ്മൾ കയറിയിട്ട് ഓരോ സ്ഥലത്തേക്കൊക്കെ
ഓരോ റൈഡൊക്കെ കയറാണ്. പക്ഷെ എനിക്ക് വലുതായിട്ട് ഇഷ്ടമായില്ല. നിനക്ക് ഇഷ്ടമായി? കേറിയതാണ് ഞങ്ങൾ ഇല്ല, അതിലൊരു 3D ഉണ്ടായിരുന്നു, അത് മാത്രമാണ് എനിക്ക് ഇഷ്ടമായത്, വേറെ ഒന്നും ഇഷ്ടമായില്ല. നിങ്ങളവിടെ വെറുതെ വന്നിട്ട് പൈസ കളയണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പക്ഷെ നല്ല സ്ഥലമാണ്. വലിയ വ്യൂസ് ഒക്കെ ഉണ്ട്, പക്ഷെ വേറെ വലിയ കാര്യമൊന്നുമില്ല, വെറുതെ പൈസ പോവുള്ളൂ അല്ലേ തക്കു ബേബി? തോന്നുന്നതാണ് പൈസ പോകുന്നു. പറ. പിന്നെ നമ്മൾ സ്നോയിലൊക്കെ കയറി എൻ്റെ കാലം മരവിച്ച് ഞാൻ കയറിയ പാടാൻ തിരിച്ചു പോന്നിട്ടുണ്ടായിരുന്നു. ഇല്ല ഇല്ല, കൊറേ നേരം നമ്മൾ അവിടെ ഇല്ല കേട്ടോ, ഞാനും സ്ഥലത്താട്ടാ നിറച്ച് ഒറിജിനൽ മഞ്ഞാണ്. നിറച്ച് ഒറിജിനൽ മഞ്ഞ. യെസ്, ഞങ്ങളങ്ങനെ. പിന്നെ അവിടെ ഇങ്ങനെ ഒഴുകണ സാധനമൊക്കെ ഉണ്ടായിരുന്നു, അതിൽ കയറി എനിക്ക് പേടിയായതുകൊണ്ട് അതിലൊന്നും കയറിണ്ടായിരുന്നില്ല. ഞാൻ മുക്കും കുത്തി വീണു. എൻ്റെ ആ ഇട്ടേക്കുന്ന ഷൂവിൻ്റെ ഉള്ളിൽ ഐസ് കയറി. അതുകൊണ്ടാണ് പിന്നെ എനിക്കധികം അവിടെ നേരം നിൽക്കാൻ പറ്റില്ല, കാരണം അത്ര ഐസ് കയറിയിട്ടെങ്കിൽ നിൽക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാൻ കണ്ടോ ഏറ്റവും അറ്റത്ത് നിൽക്കുന്നത്. അവിടെ ഞങ്ങൾ ഡാൻസ് ഒക്കെ കളിച്ചിട്ട് അവിടെ ലൈറ്റ് ഒക്കെ കുറച്ച് കഴിയുമ്പോൾ ലൈറ്റ് ഒക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. ലൈറ്റ് ഒക്കെ ഓഫ് ചെയ്തിട്ട് നല്ല 3D ലൈറ്റ് ഒക്കെ കത്തിപ്പിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ തക്കു? ആന്ന് പറ. ആണ്. അപ്പൊ ഞങ്ങളിവിടെ ഇവരെ അറിയെല്ലാം തോന്നുന്നു എൻ്റെ കാലിൽ ആ ചെരുപ്പിൻ്റെ ഉള്ളിൽ ഐസ് കയറിയത്. കാരണം സാധാ ചെരുപ്പിട്ട് നമുക്ക് സ്നോയിൽ കയറാൻ പറ്റില്ല, കാരണം നല്ല ബുദ്ധിമുട്ടുണ്ടാവും, പെയിനും കാര്യങ്ങളൊക്കെ എടുക്കും. പിന്നെ ഈ സ്ലൈഡിൽ ഞാൻ കയറിയിട്ടുണ്ടായിരുന്നു, വലിയ ആ സ്ലൈഡ് ഞാൻ കയറി, എനിക്ക് പേടിയായതുകൊണ്ട്. പക്ഷേ നമ്മുടെ കുഞ്ഞും ഒക്കെ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ അല്ലേ? റോസും കയറിയിട്ടുണ്ടായിരുന്നു, നല്ല സുഖം ഉണ്ടായിരുന്നു. ആ തക്കു ബേബി കയറിയിട്ടില്ല, അവൾക്കും പേടിയായിരുന്നു. ഞാൻ എന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് അവിടെ ഒഴുകി ഇങ്ങനെ. അപ്പോൾ പോണം കൂട്ടി. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ പ്ലീസ്. ഇത്തിരി കൂട്ടികൾ തന്നോളാം കേട്ടോ. ഞാൻ പറ, ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം. ഞാൻ പിടിക്കാം, പറ. ചേച്ചി അവിടെ പെൻക്യൂനൊക്കെ ഉണ്ടെന്ന് അതിനാണ് കുട്ടി പറയുന്നത്. എങ്ങനെയുണ്ട് നമ്മുടെ തക്കു ബേബിയുടെ ശബ്ദമൊക്കെ? ഞാൻ കേറിട്ടു. ഇവള് കേറി. തക്കു ബേബി കേറിയില്ല. എന്ത് തക്കു ബേബി കേറാണ്ടിരുന്നേ? പേടിയാണോ? അവിടുന്ന് ഡാൻസ് കളിക്കട്ടാ. ഇത് കാണുമ്പോ വീണ്ടും പോകുന്നൊന്നുമില്ല ചേച്ചിക്ക്? യെസ്, ഓഫ് കോഴ്സ്. ഇത് ഈ സ്നോയും പിന്നെ അതിലത്തെ 3D മാത്രമാണ് എനിക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നത്, വേറൊന്നും ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. എനിക്കിതിൽ വീണ്ടും വീണ്ടും ഇവിടെ നമുക്ക് ഡാൻസ് ഫ്ലോർ അങ്ങനെയൊക്കെ ഉണ്ട്. അതെ, ഇതാണ് നമ്മുടെ ഇതാണ് ഇപ്പൊ നമ്മുടെ സ്നോയുടെ ഉള്ളിൽ കയറിയിട്ട് കാണാൻ പറ്റുന്ന കാഴ്ചകൾ. നിങ്ങളിപ്പോൾ അതെ അവിടെ ട്രാപ്പായ പോലെ ഇട്ടിട്ട് അതിൻ്റെ മേലക്കൂടെയാണ് സ്നോ ഇട്ടേക്കുന്നുള്ളത്. AC ആണ്, AC-ലാണല്ലോ സ്നോ ഇരിക്കുള്ളൂ, ഇങ്ങനെ ഇതായിപ്പോലോ. അപ്പം ഈ കാണുന്ന ഈ ഒരു റൂമിൻ്റെ ഉള്ളിലാണ് നമ്മുടെ സ്നോ ഉള്ളത്, ഇതിനപ്പുറത്തിനൊന്നുമില്ല കേട്ടോ. ഞങ്ങൾ കറക്റ്റ് വിഷ്വൽസാണ് എടുക്കുന്നത് അല്ലേ തക്കു ബേബി? ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ പ്ലീസ്. ഇത്തിരി കൂട്ടി തന്നോളാം കേട്ടോ. എൻ്റെ കുഞ്ഞു ബേബിയുടെ ഇങ്ങനെ പറയുന്നത് എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഇഷ്ടമാണെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും കുഞ്ഞിനെ കൊണ്ട് പരിപ്പിക്കുന്നത്. ക്യൂട്ട് കുഞ്ഞു. സൗണ്ട് ഉള്ളവർക്കല്ലേ ക്യൂട്ടായിട്ട് പറയാൻ പറ്റുള്ളൂ. യെസ്, ഓഫ് കോഴ്സ്. ഇതിലാദ്യമാണ് കുറച്ച് ക്യൂട്ടായിട്ട് നിങ്ങൾ തോന്നിങ്ങി ഒന്ന് കമൻറ്റ് ബോക്സിൽ. ഈ ഒരു റൗണ്ട് ഷേപ്പുള്ള സാധനത്തിൽ ഇരുന്നിട്ട് കാണാൻ കഴിയുന്നുണ്ടല്ലേ? ഞാൻ കയറിയിട്ടുണ്ടായിരുന്നു, എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. എനിക്കും പേടിയായിരുന്നു. ഞാനൊന്ന് കേറി ഇൻട്രസ്റ്റിംഗ് ആയി അല്ലാതെ കേറ്റിയത് തന്നെ. അയ്യോ, ഇത് ഞാനായിരുന്നു. അയ്യോ, അത് കുഞ്ഞായിരുന്നു. പിന്നെ ഇവള് കയറാണ്ടിട്ട് റോസും തവള ചാട പോലെ ചാടിയിട്ട് പോകുന്നുണ്ടായിരുന്നു കയറാനുള്ള ആകാംക്ഷയോടെ. ഇവിടെ നമുക്ക് എത്ര നേരം വേണമെങ്കിലും ഇരിക്കാം, പക്ഷെ ഇവിടെ മാത്രമേ ആ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ആ ഇതും 3D മാത്രമാണ് കുറച്ചുകൂടി ഇഷ്ടമായുള്ളൂ. ഇപ്പം ഞാൻ വീണ്ടും
ചെയ്തിട്ട വീണ്ടും കയറാൻ പോണ അവള്. അല്ല ചേച്ചിയാണ് ഇപ്പൊ കയറിയത്. ആ ചേച്ചി അവളിപ്പോ അല്ല നീയാണ് കയറിയത്. അല്ല ഇവിടെ ഞാനൊക്കെ ഉണ്ട്. അപ്പൊ ആ നീല പാൻറ് ഇട്ടിട്ട് ആ വെള്ള കുത്തുള്ളതാണ് നമ്മുടെ റോസ് കുട്ടി. അതിന്റെ ചിഹ്നം അതൊന്നല്ല, മയിൽക്കുട്ടിയാണ്. നമ്മുടെ അമ്മയാണ് ഇപ്പൊ എന്നെ ഒഴുകി വന്നത്. നമ്മുടെ തക്കു ബേബി ഞങ്ങളുടെ മേത്ത് കയ്യൊക്കെ വെച്ചിട്ടാട്ടോ ഈ വോയിസ് ഓവറിൽ ഇരിക്കുന്നത്. വലിയ രാജാവിന് കണക്ക്. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ എന്തൊരു പറയാളെ പറ. നടന്നില്ല. ആന്റി ചെയ്തതൊക്കെയാണ് അവളെ കുട്ടി പറയുന്നത്. മേഘാന്റെ ചെയ്തൊന്നും പറഞ്ഞിട്ടില്ല. മേഘാന്ന് പറഞ്ഞിട്ടില്ലേ? പിന്നെ എന്തൊരു പറഞ്ഞേ? ആ നിന്റെ ചേച്ചീനോട്ടോ പറഞ്ഞത് നമ്മുടെ. അതിന്റെ അമ്മ വരെ കയറി, പക്ഷെ എനിക്ക് കയറാൻ പേടിയാണ്. ഗൈസ് എന്റെ നെക്കൊക്കെ പിടിച്ച് കടിക്കുന്നു, കുറുമ്പിക്കൊണ്ടുണ്ട്. ഞാൻ ഇനി എടുത്തുണ്ട് കാട്ടില്. കുഞ്ഞ് എന്റെ അമ്മയ്ക്ക് കയറാനുള്ള സപ്പോർട്ട് കൊടുത്ത് നമ്മുടെ റോസും കുഞ്ഞുമായിരുന്നു. എനിക്ക് കയറാൻ പേടിയെന്നുകൊണ്ട് ഞാൻ കയറിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മുടെ റോസ് ഭയങ്കര കഷ്ടപ്പെട്ടോടെ നമ്മുടെ കുറേ പേര് വലിയ കുരിശും കൊണ്ട് മല കയറില്ല. അതേപോലെ വളരെ ദയോടെ റോസിക്കുട്ടി ആ ഒരു വെയിറ്റും ഇല്ലാത്ത സാധനം പിടിച്ച് വെയിറ്റുള്ള മട്ട് നടക്കുന്നുണ്ടായിരുന്നു. പട്ടിഷോ ഗൈസ്, പട്ടിഷോ. നിങ്ങളുടെ നാട്ടിൽ അല്ല, നിങ്ങൾ പട്ടിഷോന് എന്താ പറയാന്ന് ഡോഗ് ഷോ. അതെ ഗൈസ്, പട്ടി ഷോ. പട്ടീനെ നമ്മൾ ഡോഗ് പറയാം, ഡോഗ് ഷോ. കണ്ടില്ല. ഇതുകൊണ്ടാണ് അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് ഞാൻ കയറിയിട്ടായിരുന്നു. കാരണം കണ്ടില്ല, നിങ്ങളിപ്പോൾ കുടഞ്ഞ കണ്ടില്ല, അതിൻ്റെ ഉള്ളിൽ നിറച്ച് ഇതായിരുന്നു. പിന്നെ എനിക്ക് കയറാൻ പറ്റണേ, ഞാൻ കരഞ്ഞു. പിന്നെ അപ്പോഴേക്കും ഞാൻ ഇറങ്ങി. എനിക്ക് നല്ല വേദന ഉണ്ടായിരുന്നു. ഇപ്പം തട്ടി കടഞ്ഞിട്ടും എനിക്ക് നല്ല വേദന എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴേക്കും ഞാൻ ഇറങ്ങി 2-3 ഫോട്ടോസൊക്കെ ഇട്ടിട്ട് ഞാൻ ഭയങ്കര വേദനയോടെ ഡാൻസ് കളിക്കുന്നതുകൊണ്ടാണ് രസമൊന്നും ഇല്ലാത്ത പോലെ തോന്നുന്നത് നിങ്ങൾക്ക്. ഞങ്ങൾ അവിടെ വെച്ചിട്ട് കുഞ്ഞൊരു സ്നോ വെച്ചിട്ട് മറ്റേ സ്നോമാനൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും നമുക്ക് എടുക്കാൻ പറ്റിയില്ല. ഞങ്ങൾ മറന്നു കൊടുക്കാൻ. റിയലി സോറി. അപ്പോൾ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ പ്ലീസ് കൂട്ടി തരണേ. നിങ്ങൾക്ക് ഇവളുടെ ഈ പറച്ചിൽ കേട്ട് മടുത്തെങ്കിൽ ഒന്ന് പറഞ്ഞേക്കൂടെ, നമുക്ക് വേണമെങ്കിൽ വേറെ ആളെ കൊണ്ട് പറയിപ്പിക്കാം. ഇല്ല കേട്ടാ, എൻ്റെ മോളുടെ സൗണ്ട് അല്ല ഇഷ്ടം. അപ്പൊ ഞങ്ങൾ ഇറങ്ങി. ഞാനാണ് ആദ്യം ഇറങ്ങിയത്, കാരണം വേദന കൊണ്ട്. എന്നിട്ട് അപ്പം കുറച്ച് ഫോട്ടോസൊക്കെ അവിടെ നിന്ന് എടുക്കണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഇറങ്ങി, നമ്മൾ കിട്ടുണ്ടായിരുന്ന സാധനങ്ങളൊക്കെ ഊരി അവർക്ക് തന്നെ കൊടുത്തു. പിന്നെ ഇങ്ങനെ ട്രേ വെച്ചിട്ടുണ്ടോ നമ്മുടെ ചെരുപ്പ് ഇടാനായിട്ട്. അങ്ങനെ നമ്മുടെ ചെരുപ്പ് നമ്മളൊക്കെ എടുത്തിട്ടു. നമ്മളിറങ്ങിയ പിന്നെ അവിടെ ഒറ്റ ആൾ കയറിയിട്ടില്ല. നമ്മളിറങ്ങിയ പിന്നെ അവിടെ ഭയങ്കര ആരും ഇല്ലാത്ത മട്ടായിരുന്നു. കാരണം ഭയങ്കര വെയിലൊക്കെ ആയിരുന്നു. എനിക്ക് നടക്കാൻ പറ്റണ്ടായിരുന്നില്ല, എനിക്കും കുഞ്ഞുനും. റോസ് പിന്നെ ഞാൻ കരഞ്ഞ അമ്മയുടെ അടുത്ത് പോവാണ്. അപ്പൊ പിണങ്ങി ഒന്നിട്ടോ മേനെ. അയ്യോ, അല്ലൊക്കെ എനിക്ക് നല്ല വേദന എടുത്തു. ഇനി നമുക്ക് പാട്ട് ഫോറിൽ കാണാം. പാട്ട് 2 അല്ലേ? അയ്യോ എനിക്ക് ഓർമ്മയില്ല കേട്ടോ. അപ്പൊ നിങ്ങളൊന്ന് കമന്റ് ബോക്സ് ബിലാക്കുക. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ഓക്കെ, അപ്പൊ ബൈ. കൂട്ടി തരണേ. ലൈക്കും സബ്സ്ക്രൈബും ഷെയറും. ബൈ പറ. മതി ഓവറാക്കണ്ട. നമ്മുടെ സബ്സ്ക്രൈബ് നമ്മളെ വീട്ടിൽ പോവും.